നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട്ടെ നബീസ വധം പ്രതിയായ കൊച്ചുമകൻ ബഷീറിനും ഭാര്യ ഫസീലയ്ക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കോടതി. തെളിവ് നശിപ്പിച്ചതിനും ബഷീറിന് അധിക ശിക്ഷ 7 വർഷം തടവും പിഴയും വിധിച്ചു. നബീസ വധക്കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചതെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ. കുട്ടിയുള്ളതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട പ്രതി ഫസീല. വിധിയിൽ തൃപ്തിയുണ്ടെന്നും വല്യമ്മയ്ക്ക് നീതി ലഭിച്ചെന്നും ബഷീറിന്റെ സഹോദരി ബുഷർ. നെല്ലയ പുലാക്കാട് തെരുവുനായയുടെ ആക്രമണം. വയോധികയുൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. പ്രദേശവാസിയായ ഫാത്തിമ, കാരാട്ടുകുറിശി സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് കടിയേറ്റത്. നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നതായി പരാതി. ഇടതംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. ഭരണസമിതി നീതി പാലിക്കണമെന്ന് അംഗങ്ങൾ. പെരിന്തൽമണ്ണയിൽ ഖാദർ അലി ഫുട്ബോൾ ഫൈനൽ മത്സരം കയ്യാങ്കളിയിൽ കലാശിച്ചു. മത്സരത്തിനിടെ റഫറിയെ കളിക്കാർ മർദ്ദിച്ചതിനെ ചൊല്ലി സംഘർഷം. പോലീസ് ലാത്തി വീശി. ടൂർണമെന്റിൽ ഫിഫ മഞ്ചേരി ജേതാക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. മുത്തശ്ശിയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവും പിഴയും. കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ 71-കാരി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകളുടെ മകൻ പടിഞ്ഞാറേതിൽ 42-കാരനായ ബഷീർ, ഭാര്യ 37-കാരിയായ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 2 ലക്ഷം രൂപ വീതം പിഴയും തെളിവ് നശിപ്പിച്ചതിന് 1-ാം പ്രതി ബഷീറിന് 7 വർഷം തടവും 25,000 രൂപ പിഴയടയ്ക്കാനുമാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുകയിൽ നിന്ന് 2 ലക്ഷം നബീസയുടെ ഭിന്നശേഷിക്കാരിയായ മകൾ ആയിഷയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ പറഞ്ഞു. ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ സാഹചര്യ തെളിവുകൾ മാത്രം നിരത്തിക്കൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത്. ഇതിൽ കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, മനുഷ്യർ ചിലപ്പോൾ നുണ പറഞ്ഞേക്കാം, പക്ഷെ ശാസ്ത്രം നുണ പറയില്ല. സയൻസ് വിൽ നെവർ സ്പീക്ക് ലൈ എന്നാണ്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷനെ സഹായിച്ചത് ശാസ്ത്രീയ തെളിവുകളാണ്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ കൃത്യം നടന്ന സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച നബീസ എന്ന മരണപ്പെട്ട സ്ത്രീയുടെ തലമുടിയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ശേഖരിച്ച മുടിയും സിമിലർ ആണ് എന്ന് ഫോറൻസിക് എക്സാമിനേഷനിൽ വന്നു. അതുപോലെ തന്നെ ഈ മരിച്ച നബീസയുടെ വയറ്റിലുണ്ടായിരുന്ന പോയ്സണും അതുപോലെ ഈ മറ്റേ അഡ്മിനിസ്റ്റർ ചെയ്ത പോയ്സണും ഒരേ പോയ്സണാണ് എന്നുള്ളതും കണ്ടെത്തി. 302 IPC എന്ന മർഡർ എന്ന കുറ്റത്തിന് 1ഉം 2ഉം പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക 2 വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം. അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ 201 IPC എന്ന കുറ്റത്തിന് 1-ാം പ്രതിക്ക് 7 വർഷം തടവും 25,000 രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതുപോലെ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന സമയം 2 ലക്ഷം രൂപ ഈ മരണപ്പെട്ട നബീസ എന്നവരുടെ ഡെഫൻഡമ്പായ സംസാരിക്കാൻ കേൾവിയില്ലാത്തതുമായ ആയിഷ എന്ന സ്ത്രീക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തനാണ്. കാരണം ഇതൊരു മറ്റേ സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിനെ ഇത്രമാത്രം കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് എത്തിച്ച് മുഴുവൻ പ്രോസിക്യൂഷൻ ടീമിൻ്റെ സഹായത്തോടു കൂടി എത്തിച്ച് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കോടതിയും അതുപോലെ വളരെ വിശദമായി പരിശോധിച്ച് ഓരോ ആസ്പെക്ട്സും, അതായത് ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ്. ആ ചെയിൻ ഓഫ് ഇവൻസ് മുഴുവൻ പരിശോധിച്ച് കോടതി 2016 ജൂൺ 23-നാണ് നബീസ കൊല്ലപ്പെട്ടത്. ഫസീലയ്ക്ക് നബീസയോടുള്ള വൈരാഗ്യവും സാമ്പത്തിക ലാഭവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വീട്ടിലെ 43 പവൻ കാണാതായതും ബന്ധുവിൻ്റെ സ്വർണം കവർന്നതിനും പിന്നിൽ ഫസീലയാണെന്ന് നബീസ ബന്ധുക്കളോടും നാട്ടുകാരോടും പറയുന്നതിലെ വിരോധമാണ് നബീസയോടുള്ള വൈരാഗ്യത്തിന് കാരണം.
നബീസയെ ഇല്ലാതെയാക്കുന്നതോടെ തൻ്റെ ചീത്തപ്പേര് മാറുമെന്നും കരുതി. ഇതിനായി ആസൂത്രിതമായാണ് കൊല നടത്തിയത്. നോട്ടൻമലയിലെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്ന നബീസയെ 2016 ഫെബ്രുവരി 22 ബഷീർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയംകുന്നിലെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി ഭക്ഷണത്തിലും ബലമായും വിഷം നൽകി കൊലപ്പെടുത്തി. 23 രാത്രി ആര്യമ്പാവിലെ ചെട്ടിക്കാട് ഭാഗത്ത് മൃതദേഹം ഉപേക്ഷിച്ചു. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും ഫോണും കണ്ടെത്തി. എഴുതാൻ അറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റുമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. 12 വയസ്സുള്ള കുട്ടിയുണ്ട്. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് നബീസ വധക്കേസിലെ പ്രതി ഫസീല കോടതിയിൽ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ബഷീറിനോടും ഫസീലയോടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. തനിക്കെതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണ്. ഭർത്തൃപിതാവിന് വിഷം നൽകിയത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണെന്ന് ഫസീല പറഞ്ഞപ്പോൾ കോടതി ഇടപെട്ടു. ആ കേസിൽ ഒറ്റപ്പാലം കോടതി വിധി പറഞ്ഞതാണെന്നും അക്കാര്യം ഇവിടെ പറയേണ്ടെന്നും കോടതി പറഞ്ഞു. തൃപ്പൂണിത്തറയിലെ പിടിച്ചുപറി കേസിലെ പ്രതി താനല്ല. സംഭവം നടക്കുന്നതിൻ്റെ തലേദിവസം വരെ ആശുപത്രിയിലായിരുന്നു. നബീസ വധക്കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ വിചാരണ നടക്കുന്ന അന്നാണ് സംഭവം. സുഖമില്ലാത്തതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് എത്തിയിരുന്നില്ല. പിടിച്ചുപറി കേസിൽ ജയിലിലായ തന്നെ കാക്കനാട് നിന്ന് മണ്ണാർക്കാട് കൊണ്ടുവരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ദേഹോപദ്രവം നടത്തിയെന്നും ഫസീല പറഞ്ഞു. 12 വയസ്സുള്ള കുട്ടിയുണ്ട്. കടുത്ത ശിക്ഷ ഒഴിവാക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ഫസീല കോടതിയോട് അഭ്യർത്ഥിച്ചു. പിഴ ചുമത്തുന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ തങ്ങളുടെ പക്കൽ പണമായി ഒന്നുമില്ലെന്ന് ബഷീർ പറഞ്ഞു. അതേസമയം ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്നും വല്യമ്മയ്ക്ക് നീതി ലഭിച്ചെന്നും പ്രതിയായ ബഷീറിന്റെ സഹോദരി ബുഷറ പറഞ്ഞു. വിഷയമില്ല ഞങ്ങൾക്കിപ്പോൾ ഈ എൻ്റെ വല്യമ്മാൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ വിധി വന്ന് അതിൽ ഞങ്ങൾ സന്തോഷവതിയാണ്. ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്, സന്തോഷം തന്നെയാണ്. നെല്ലായ പുലാക്കാട് ഭാഗത്ത് തെരുവുനായ ആക്രമണം. വയോധികയുൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. നെല്ലായ പുലാക്കാട് വായനശാല ഭാഗത്താണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ ഫാത്തിമ, പുലാക്കാട്ടേക്ക് ജോലിക്ക് വരികയായിരുന്ന കാരാട്ടുകുറിശി സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് കടിയേറ്റത്. ഫാത്തിമയുടെ വലത് കൈത്തണ്ടയിലും ഇടത് വിരലിലും മുഖത്തും കടിയേറ്റു. വിരലിൻ്റെ അറ്റം നായ കടിച്ചു മുറിച്ച നിലയിലാണ്. വീട്ടിൽ നിന്നും ആശുപത്രിയിൽ പോകാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഫാത്തിമയെ നായ ആക്രമിച്ചത്. ഉമ്മറിന് വലതു തുടയിലാണ് കടിയേറ്റത്. ഇരുവരും ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സ തേടി. പ്രദേശത്ത് കുറച്ചുനാളായി തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ഒരു കുട്ടിക്ക് നേരെയും കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമണം ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ ഒരു വാക്സിൻ എടുക്കേണ്ട ആവശ്യത്തിനാണ് പോയത്. ആ സമയത്താണ് അവിടെ ഉമ്മർ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ തുടക്കാണ് കടിയേറ്റിട്ടുള്ളത്. അദ്ദേഹം കാരാട്ടുകുറിശി എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. അവിടെ പണിക്ക് വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ രാവിലെ റോഡരികുന്ന് ഒരു പൊന്തയിൽ നിന്ന് ചാടി പുള്ളിനെ കടിച്ചു. പുള്ളിയുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് കൊണ്ട് പുള്ളി വീശി. അപ്പോൾ പിന്നെ അതുമ്പോൾ കടിച്ചു. അതിനുശേഷം തുടക്കി കയറി കടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉടനെ അവിടെ അടുത്തുള്ള ഒരാൾ ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്ന് അവിടുന്ന് ഫസ്റ്റ് എയ്ഡോ കൊടുത്തൊരു വാക്സിനും കൊടുത്ത് അവർ പെരിന്തൽമണ്ണയ്ക്ക് റെഫർ ചെയ്യുന്നു. പിന്നെ അതിന് ഒരു 10 മിനിറ്റിന് ശേഷം അവിടെ പുലാക്കാട് അമ്പലപ്പറമ്പിലെ അസൈനാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ അവരെ കൊണ്ടുവന്നു. അവരുടെ കൈത്തണ്ടയിൽ അതേപോലെ തന്നെ വിരലിൻ്റെ അറ്റം മുറിഞ്ഞു വീട്ടിൽ ചെറുതായിട്ട്, അതേപോലെ തന്നെ കവിളപ്പം, ഇങ്ങനെയൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള മുറിവാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടിശല്യം ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് അവിടെ. അത് ഗൗരവമായിട്ടത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പണിക്ക് പോകാനും പറ്റണില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല, മദ്രസയിൽ പോകാൻ പറ്റണില്ല, അങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അയാൾക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി സംഘടിച്ചിട്ട് അയാൾക്കൊരു കൂട്ടായ്മ കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിൽക്കുകയാണ്. പിന്നെ മദ്രസ, സ്കൂള്, കുട്ടികളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിടങ്ങേണ്ട സ്ഥലങ്ങളാണ്. നല്ല ഭീഷണിയാണ്. ഇനിയും 3-4 നായ്ക്കളെയും കൂടി ഇവിടെ ഉണ്ട്. അതിപ്പോൾ പഞ്ചായത്തുകാർ വന്നിരുന്നു. അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചു, അത് കിട്ടിയിട്ടില്ല, അവർക്ക് വിജയിച്ചില്ല. പിടിക്കണം. അല്ല നായ്ക്കളെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇതൊരു നാടൻ പ്രദേശമാണ്. ഇവിടെ കണ്ട കൊഴുത്തും കാര്യങ്ങളും തുടങ്ങുകയാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് പണിയെടുക്കാനും പറ്റാത്ത പോലെ. ഇപ്പോൾ വീട്ടിൽ കയറിയിട്ടപ്പം എന്നിട്ട് സ്ത്രീനെ കടിച്ചേക്കണ് പിന്നെ ഒരു കൂലിപ്പണിക്ക് വന്ന ഒരാളെ കടിച്ച് പൊളിച്ചു. ഷർട്ടും ഇതൊക്കെ കയറി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്.
നായനയുണ്ട്. കാരണം ഒന്നാമതിപ്പോൾ ഈ കൊഴുത്തും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പണിക്കിറങ്ങാൻ പേടിയായിട്ട് ഇപ്പോൾ പണിക്കാരനെ ആളെ വിളിച്ചാൽ കിട്ടില്ല. അതേസമയം നിയമപരമായ വിഷയങ്ങളാണ് തെരുവുനായ ശല്യം നേരിടുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും അക്രമകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അറിയിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഇടത് അംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തി. പ്രതിപക്ഷ മെമ്പർ എം മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി നീതി പാലിക്കുക, മെയിൻ്റെനൻസ് ഫണ്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടത് അംഗങ്ങൾ ധർണ നടത്തിയത്. ധർണ പ്രതിപക്ഷ മെമ്പർ എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത വർഷം ഇത്തരത്തിൽ പ്രതിപക്ഷ വാർഡുകളോട് ഒരു വിവേചനം കാണിച്ച സമയത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിനെതിരെ ഉണ്ടായതാണ്. ആ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഡുകളിൽ വെട്ടിക്കുറച്ച തുക അതിന് പകരമായി ബദൽ പ്രോജക്റ്റുകളൊക്കെ കൊടുത്തുവെങ്കിലും അതൊന്നും DPCയുടെ അംഗീകാരം അന്ന് ലഭ്യമായിരുന്നില്ല. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ട് മര്യാദയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ഭരണസമിതിക്ക് കഴിയുന്നുണ്ടോ? സമീറ സലീം അധ്യക്ഷത വഹിച്ചു. ഖദീജ ഖാസിം, കണ്ടയിൽ നാരായണൻ, കെ സുബ്രഹ്മണ്യൻ, KT രാമചന്ദ്രൻ, A ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. മുഴുവൻ LDF മെമ്പർമാരും ധർണയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ഖാദർ അലി ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെ കയ്യാങ്കളി. റഫറിയെ കളിക്കാർ മർദ്ദിച്ചു. പരിക്കേറ്റ റഫറിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കാർഗിൽ ജൂബിലിയുടെ ടീമായ FC അഭിലാഷ് കുപ്പൂത്തും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവമുണ്ടായത്. ഫിഫ മഞ്ചേരിയാണ് ഫൈനലിൽ ജേതാക്കളായത്. സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് ലാത്തിച്ചാർജിലും കലാശിച്ചു. 52ാമത് ഖാദർ അലി ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിനിടെയാണ് റഫറിയെ കളിക്കാർ മർദ്ദിച്ചത്. കാർഗിൽ ജൂബിലിയുടെ ടീമായ FC അഭിലാഷ് കുപ്പൂത്തും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവമുണ്ടായത്. കാർഗിൽ ജൂബിലിയുടെ താരത്തിനെതിരെ ചുവപ്പ് കാർഡ് കാണിച്ചതോടെയാണ് റഫറിയെ കളിക്കാർ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ റഫറിയെ സംഘാടകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഫൈനൽ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു. കാർഗിൽ ജൂബിലിയുടെ അഭിലാഷ് FC കുപ്പൂത്തിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഫിഫ മഞ്ചേരി ടൂർണമെന്റിൽ ചാമ്പ്യനായി. കളി അവസാനിച്ചിട്ടും സംഘർഷാവസ്ഥയിലായിരുന്നു സ്റ്റേഡിയം. തുടർന്ന് പോലീസ് ലാത്തി വീശിയതോടെയാണ് ആളുകൾ സ്റ്റേഡിയത്തിൽ നിന്നും പിരിഞ്ഞുപോയത്. സമ്മാനദാന ചടങ്ങിന് വേണ്ടി വളണ്ടിയർമാർ ദയവ് ചെയ്ത് വേദിയെടുക്കുക. കൈകോർത്ത് പിടിച്ചുകൊണ്ട് വളണ്ടിയർമാർ സമ്മാനദാന ചടങ്ങിന് വേണ്ടി വേദിയെടുക്കുക. വിജയികൾക്ക് ADM NM മെഹ്റലി ട്രോഫികൾ വിതരണം ചെയ്തു. ടൂർണമെന്റിന്റെ ലാഭവിഹിതത്തിൽ നിന്നും EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന് 2 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. മുൻ ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീം, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഖാദർ അലി ക്ലബ്ബ് പ്രസിഡന്റ് C മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, മണ്ണിൽ ഹസൻ, C മുസ്തഫ, H മുഹമ്മദ് ഖാൻ, M അസീസ്, യൂസഫ് രാമപുരം, കുറ്റീരി മാനുപ്പ, MK കുഞ്ഞയ്മു തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ശങ്കരമംഗലത്ത് കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികനായ യുവാവ് അപകടത്തിൽ മരിച്ചത് റോഡിനു കുറുകെ പാഞ്ഞ പന്നിയെ ഇടിച്ചതിനെ തുടർന്നെന്ന് തെളിഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ ഉയർന്ന ദുരൂഹതകൾ നീങ്ങിയത്.
ഇടവേള. വാർത്തകൾ തുടരുന്നു. പാട്ടും നൃത്തവും ഉൾപ്പെടെ ആസ്വാദനത്തിൻ്റെ ആരവമൊഴുക്കി മണ്ണാർക്കാട് കുന്തിപ്പുഴയുടെ തീരത്ത് ഗ്രാമോത്സവത്തിന് തുടക്കമായി. കുമരംപുത്തൂർ പഞ്ചായത്താണ് ഗ്രാമോത്സവം ഒരുക്കിയിട്ടുള്ളത്. 3 ദിവസത്തെ ഗ്രാമോത്സവം ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. കുന്തിപ്പുഴയിലെ പൊത്തോഴിക്കടവാണ് ഗ്രാമോത്സവ വേദി. ഗാനസന്ധ്യ, സാംസ്കാരിക സായാഹ്നം, ഭക്ഷ്യമേള, നാടൻ കലാമേളകൾ, ഗസൽ നൈറ്റ്, ഒറ്റയാൾ നാടകങ്ങൾ തുടങ്ങിയവയാണ് ഗ്രാമോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കുമരംപുത്തൂരിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും ജീവിതത്തിൽ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് കഴിയുന്നതെന്നും സമ്മർദ്ദം കുറയ്ക്കാൻ ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമുക്ക് ജീവിക്കേണ്ട രീതിയിൽ ആസ്വദിച്ച് സന്തോഷം അനുഭവിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് എന്നൊരു തിരിഞ്ഞുനോട്ടം പലർക്കും ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ, പാലക്കാട് ജില്ല എന്ന് പറയുന്നത് പണ്ട് 80കളിലും 90കളിലും ഒക്കെ മലയാള സിനിമകളിൽ കൂടുതലായിട്ട് പിടിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു, പുഴയോരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയാണ്. പക്ഷെ ടൂറിസം മാപ്പിൽ സൈലന്റ് വാലി, പറമ്പിക്കുളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, മലമ്പുഴ ഗാർഡൻ ഒക്കെ അല്ലാതെ ഒരുപാടൊന്നും പ്രശസ്തമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ചെറിയ അട്രാക്ഷൻസും, ചെറിയ പുഴക്കടവുകൾ, ചെറിയ വനപ്രദേശങ്ങളിലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കുടുംബങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സമയം ചെലവഴിച്ച് സന്തോഷിച്ച് ഈവനിങ്ങുകൾ ആസ്വദിക്കുന്നതായിട്ട് കാണാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, ജനപ്രതിനിധികളായ PM നൌഫൽ തങ്ങൾ, M ഇന്ദിര, ഖാദർ കുത്തനിയിൽ, സൗദാമിനി, ഷമീർ തെക്കേക്കര, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത, അസീസ് പച്ചേരി, K ഫിലിപ്പ്, അയിലക്കര മുഹമ്മദ് അലി, AK അസീസ്, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൻ്റെ ഭാഗമായി കേരള ചരിത്രരചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും, മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഡോക്ടർ ഷാനവാസ് പറവണ്ണയുടെയും ഡോക്ടർ ഹസീബ് മദനിയുടെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെ പ്രാദേശിക ചരിത്രരചനയെ മുൻനിർത്തിയായിരുന്നു സെമിനാർ. ഈ വിഷയം അന്വേഷിക്കാൻ പഠിക്കാനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം, ഞങ്ങളൊക്കെ പഠിക്കുന്നത് എറിയാട് ഈ സ്കൂളിലാണ്, ഉപസ്ഥാപിച്ച സ്കൂളിലാണ്. ഉപസ്ഥാപിച്ച സ്കൂളിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ പറമ്പിന്റെ നാലയത്ത് പോലും വരാൻ തയ്യാറാകാതിരുന്നവരും, നാലയത്ത് വരരുത് എന്ന് കുടുംബപരമായി തന്നെ താവഴിയാൽ ഞങ്ങൾക്ക് തന്നെ സാധ്യമുണ്ടായിരുന്നവരുമായ ഈ ചെറുമക്കളുടെ കൂടെ, ഈ ഹരിജൻ വിഭാഗത്തിലെ കുട്ടികളുടെ കൂടെ, താഴ്ന്ന ജാതിക്കാർ എന്ന സമൂഹത്തിലും ചരിത്രത്തിലും എക്കാലത്ത് മാർജിനലൈസ് ചെയ്യപ്പെട്ട, അവഹേളിക്കപ്പെട്ട ആ വിഭാഗത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ ഞങ്ങൾക്ക് ഭക്ഷണമുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമായിരുന്നില്ല, ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നു. ജാതി വ്യവസ്ഥിതി ശക്തമായി വേരൂന്നിയ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് നടന്ന സമരങ്ങളെയും ലഹളകളെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയതിനു പുറമെ കീഴ്ജാതിക്കാർക്ക് പിന്തുണ നൽകുകയും മിശ്രഭോജനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയെയും അനുസ്മരിച്ചു. പോർച്ചുഗീസ് അധിനിവേശകാലത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളെയും കയ്യെഴുത്ത് രേഖകൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ചുള്ള ചർച്ചകളും നടന്നു. പട്ടാമ്പി കോളേജിലെ അറബിക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. അതൊന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല. നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് നവോത്ഥാന നായകരെ സൂചിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ചില പുസ്തകങ്ങളിൽ വക്കവൽക്കാരം മുതൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇടം പിടിച്ചെങ്കിലായി, ബാക്കി നമുക്ക് മുസ്ലിം സമൂഹത്തിൽ എണ്ണി കാണുന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മണപ്പാട്ട് കുഞ്ഞാമ്പളാജി അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരായ നായകന്മാരെ ഓർക്കുവാനോ അവരെ കുറിച്ച് പഠിക്കുവാനോ പ്രതിപാദിക്കുവാനോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനോ നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധയില്ല. കരിങ്കലത്താണിയിലെത്തുന്ന ബസ് യാത്രക്കാർ ബസ്സുകളെ മാത്രമല്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയും കാത്തിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം 2018 പൊളിച്ചു നീക്കിയത്. അനുകൂലമായ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നിർമ്മാണം വൈകാൻ കാരണമെങ്കിൽ അതിനുള്ള പരിഹാരമുണ്ടെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ അധികൃതരെ അറിയിക്കുന്നു.
കോഴിക്കോട് പാലക്കാട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തി ടൗണായ കരിങ്കലത്താണിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ 2018 പൊളിച്ചു നീക്കിയത്. മണ്ണാർക്കാട് ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം 5 വർഷം മുന്നേ പുനഃസ്ഥാപിച്ചു. എന്നാൽ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള കേന്ദ്രം നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറായിട്ടില്ല. അനുകൂലമായ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് പറഞ്ഞിരുന്നത്. അരക്കുപറമ്പ്, ആലിപ്പറമ്പ്, ചെത്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കാനായി കരിങ്കലത്താണിയിലെത്താറ്. പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകാനായി എത്തുന്നവർ കടകളുടെ വശങ്ങളിലും സമീപത്തെ മസ്ജിദിനോട് ചേർന്നുമാണ് നിൽക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഈ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തലാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ തയ്യാറാണെന്ന് പൊതുപ്രവർത്തകനായ PT സലീം അറിയിച്ചു. ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇനിയെങ്കിലും ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വാഹന തിരക്കിനിടയിൽ യാതൊരു സുരക്ഷിതത്വമില്ലാതെ ബസ് കാത്തു നിൽക്കേണ്ട ഒരു ദുരവസ്ഥ അത് ഈ കരിങ്കലത്താണി പട്ടണത്തിൽ മാത്രമാണ്, കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അധികാരികൾക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നാട്ടുകൽ മുതൽ മണ്ണാർക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണ കമ്പനി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പൂക്കോട്ടുകാവ് ഞാറ്റുവേല സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രാജലക്ഷ്മി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. പരിയാനംപറ്റ മൂകാംബിക ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ MT വാസുദേവൻ നായർ സ്മാരക ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അനാവശ്യമായിട്ടുള്ള വീഡിയോകളും അനാവശ്യമായിട്ടുള്ള നമുക്ക് ദേഷ്യവും വിദ്വേഷവും ഒക്കെ വളർത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ, ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ നോക്കി കണ്ട് നമ്മുടെ മനസ്സിലെ ചിന്താശക്തിയെയും വിമർശനാത്മക ബുദ്ധിയെയും പ്രശ്നങ്ങളെ അതിജീവിക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനും ഒന്നും ഇല്ലാത്ത കഴിവുകളില്ലാത്ത കുറേ എന്താ പറയുക ആളുകളായിട്ട് നമ്മളിങ്ങനെ അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് തടയിടാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കും. കഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. കവയത്രി ഡോക്ടർ റോഷിനി സ്വപ്ന, ബഹുഭാഷാ എഴുത്തുകാരി ഇമ്മാനുവൽ മെറ്റിൽസ്, E രാമചന്ദ്രൻ, K ജയദേവൻ, ദുർഗാമാലതി, A അയ്യപ്പൻ, MK പ്രദീപ്, ഹരിശങ്കർ മുന്നൂർക്കോട് എന്നിവർ സംസാരിച്ചു. 7 പേർ എഴുതിയ നിഴൽ നടന്ന വഴികൾ എന്ന കവിതാ സമാഹാരം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന നൃത്തോത്സവം നർത്തകി VP മൻസിയ ഉദ്ഘാടനം ചെയ്തു. PT മുരളീകൃഷ്ണൻ അധ്യക്ഷനായി. KM മഞ്ജുഷ, മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉപസമിതികൾ തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് ഫെബ്രുവരി 10 സമർപ്പിക്കണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ഉപസമിതി കൺവീനർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയമേഖലകളിൽ രൂപീകരിച്ച ഉപസമിതികളുടെ കരട് റിപ്പോർട്ട് ഫെബ്രുവരി 10 സമർപ്പിക്കണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് നിർദ്ദേശിച്ചു. ഉപസമിതി കൺവീനർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിലാണ് ചേർന്നത്. ഉപസമിതികൾ ശേഖരിച്ച വിവരങ്ങൾ സംബന്ധിച്ചും ചർച്ചകളിലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ചും കൺവീനർമാർ യോഗത്തിൽ വിശദീകരിച്ചു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ADM NM മെഹർ അലി, ഉപസമിതി കൺവീനർമാർ, നോഡൽ ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം വരോട് KPSMM ഹൈസ്കൂളിൽ റിട്ടയർഡ് സൂപ്രണ്ടും പരിസ്ഥിതി പ്രവർത്തകനുമായ ഒറ്റപ്പാലം സ്വദേശി U അയ്യപ്പൻ്റെ കറൻസി ശേഖരങ്ങളുടെ പ്രദർശനം ജനുവരി 20, 21 തീയതികളിലായി നടക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് K പടിഞ്ഞാർക്കര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. റിട്ടയർഡ് സൂപ്രണ്ടും പരിസ്ഥിതി പ്രവർത്തകനുമായ ഒറ്റപ്പാലം സ്വദേശി U അയ്യപ്പൻ്റെ വിവിധ രാജ്യങ്ങളുടെ കറൻസി ശേഖരത്തിൻ്റെ പ്രദർശനമാണ് വരോട് KPSMM ഹൈസ്കൂളിൽ വച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്നത്. പുതുതലമുറയ്ക്ക് അറിവും അനുഭവവും പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1991 മുതൽ അയ്യപ്പൻ ശേഖരിച്ച 38ഓളം രാജ്യങ്ങളുടെയും ഇന്ത്യയിലെ വിവിധ കാലഘട്ടങ്ങളിലെ കറൻസികളുടെയും നാണയങ്ങളുടെയും പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് K പടിഞ്ഞാർക്കര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. കുറച്ച് കറൻസി ഉണ്ട്, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കറൻസി നാണയമുണ്ട്. അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു അനുഭവമാവും. ഇപ്പോൾ ഇന്ന് മലയാള മനോരമയിൽ നമ്മുടെ ശിവശങ്കരൻ ഡോക്ടറെ കുറിച്ചൊരു വാർത്ത വന്നതുപോലെ വെറും ഒരു പരിസ്ഥിതി പ്രവർത്തകനല്ല അയ്യപ്പൻ. അദ്ദേഹം ഒരു മനസ്സ് അസ്വസ്ഥനാണ്. പുതിയ തലമുറ നമ്മുടെ നാടിന്
അനുഗുണമാകുന്ന രൂപത്തിലേക്ക് വരുന്നതിന് എന്നാലാവുന്ന വിധം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്ന ഒരു മാനസികാവസ്ഥയാണ്. നിരവധി അറിവുകൾ ഉള്ളതാണ് ഓരോ രാജ്യത്തിൻ്റെയും കറൻസി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ നമ്മുടെ ഇവിടെ പ്രദർശനത്തിൽ 20-21 പ്രദർശനത്തിൽ നമ്മൾ ഇന്ത്യൻ കറൻസി വെക്കുന്നുണ്ട്, അതോടൊപ്പം വിദേശ രാജ്യങ്ങളുടെ കറൻസിയും വെക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായും നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ കുറേ രേഖപ്പെടുത്തലുകളുണ്ട്. അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക. കൂടാതെ +1, +2 വിദ്യാർത്ഥികൾക്കായി യു അയ്യപ്പൻ നൽകുന്ന PSC ബുള്ളറ്റിൻ്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും. എങ്ങനെ PSC രജിസ്ട്രേഷൻ ചെയ്യാം എന്നതടക്കം നിരവധി വിവരങ്ങൾ അടങ്ങിയതാണ് ബുള്ളറ്റിൻ. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ SR പ്രകാശ്, യു അയ്യപ്പൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വമ്പിച്ച ഡിസ്കൗണ്ടുമായി മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കാസിൽ. തങ്ങളുടെ വാർഷികം പ്രമാണിച്ചാണ് ഉപഭോക്താക്കൾക്ക് വിലക്കുറവ് നൽകുന്നതെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വസന്തം വെഡ്ഡിംഗ് കാസിൽ പ്രവർത്തനം ആരംഭിച്ച് 27 വർഷം പൂർത്തിയായ വേളയിലാണ് നിശ്ചിത കാലയളവിൽ വമ്പിച്ച ഡിസ്കൗണ്ട് മേള ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് എല്ലാവിധ ഡ്രസ് മെറ്റീരിയൽസിനും ഞങ്ങൾ സ്പെഷ്യൽ ഓഫർ സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ട് തന്നെ 1 ഇയർ ആകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായി നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്പെഷ്യൽ ഓഫർ ഓരോ ഡ്രസ് മെറ്റീരിയൽസിനും ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അത് അവർ ഇവിടെ വന്ന് സെലക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ ഏത് വേണമോ അതനുസരിച്ച് അതിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഇത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 25 ഡേയ്സിന് മാത്രമാണ്. മാക്സിമം 25 ഡേയ്സിന് നമുക്ക് നോക്കാം. മണ്ണാർക്കാട് KTM സ്കൂളിന് എതിർവശത്ത് 3 നിലകളിലായി പ്രവർത്തിക്കുന്ന അതിവിശാലമായ ഷോറൂമിൽ വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ സ്റ്റോക്കുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കിഡ്സ്, ലേഡീസ്, മെൻസ് തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാത്തരം തുണിത്തരങ്ങളും മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു. 27 വർഷമായി മണ്ണാർക്കാട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് വസന്തം വെഡ്ഡിംഗ് കാസിൽ. 27 വർഷം ഞങ്ങളെ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്ക് വസന്തം വെഡ്ഡിംഗ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വാണിജ്യ വാർത്തകൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി സീസൺ ഓഫ് മേരി. ബമ്പർ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളുമാണ് ഓഫറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ വമ്പൻ ഫെസ്റ്റിവൽ ഓഫറുകളുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സീസൺ ഓഫ് മേരി എന്ന പേരിലാണ് കവിതയിൽ പുത്തൻ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ചും ഇതോടൊപ്പം നടന്നു. ഇതോടനുബന്ധിച്ച് വമ്പൻ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുന്നു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടും വിവാഹ പാർട്ടികൾക്ക് ആകർഷകമായ ഓഫറുകളും മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ്. ഫെബ്രുവരി 15 വരെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കൂടാതെ ഈ കാലയളവിൽ കവിതയുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് iPhone 16 സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ചെർപ്പശ്ശേരി ഷോറൂമിലേക്ക് വിളിക്കൂ. ഷോറൂം സന്ദർശിക്കൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട്ടെ നബീസ വധം പ്രതിയായ കൊച്ചുമകൻ ബഷീറിനും ഭാര്യ ഫസീലയ്ക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കോടതി. തെളിവ് നശിപ്പിച്ചതിനും ബഷീറിന് അധിക ശിക്ഷ 7 വർഷം തടവും പിഴയും വിധിച്ചു. നബീസ വധക്കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചതെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ. കുട്ടിയുള്ളതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട പ്രതി ഫസീല. വിധിയിൽ തൃപ്തിയുണ്ടെന്നും വല്യമ്മയ്ക്ക് നീതി ലഭിച്ചെന്നും ബഷീറിന്റെ സഹോദരി ബുഷറ. നെല്ലയ പുലാക്കാട് തെരുവുനായയുടെ ആക്രമണം. വയോധികയുൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. പ്രദേശവാസിയായ ഫാത്തിമ, കാരാട്ടുകുറിശി സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് കടിയേറ്റത്. നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ.
കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നതായി പരാതി. ഇടതാംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. ഭരണസമിതി നീതി പാലിക്കണമെന്ന് അംഗങ്ങൾ. പെരിന്തൽമണ്ണയിൽ ഖാദർ അലി ഫുട്ബോൾ ഫൈനൽ മത്സരം കയ്യാങ്കളിയിൽ കലാശിച്ചു. മത്സരത്തിനിടെ റഫറിയെ കളിക്കാർ മർദ്ദിച്ചതിനെ ചൊല്ലി സംഘർഷം. പോലീസ് ലാത്തി വീശി. ടൂർണമെന്റിൽ ഫിഫ മഞ്ചേരി ജേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.